BJP ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ കരമന ജയൻ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് മണ്ഡപത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ആചാര ലംഘനം നടന്നിരിക്കുന്നത്. ഈ കുടുംബശ്രീ മിഷന്റെ പരിപാടിക്കായിട്ടാണ് ഈ മണ്ഡപം വിട്ടുകൊടുത്തത്. മാംസാഹാരങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ആറാട്ട് മണ്ഡപത്തിൽ വെച്ച് പാകം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെ കാണുന്നു BJP ഇതിനെ? BJP ഇതിനെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഭരണസമിതി അംഗമാണ്. ഭരണസമിതി അംഗം എന്ന നിലയിൽ രാവിലെ ഇത് അറിഞ്ഞ ഉടൻ തന്നെ ശംഖുമം ASയുമായിട്ടും മറ്റ് പോലീസ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ടു. ഉടനടി പോലീസ് ഇടപെട്ട് അത് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ പോലീസ് അവിടെ എത്തി എന്നാണ് വിവരം. തീർച്ചയായിട്ടും ഇത്തരം ആചാര ലംഘനങ്ങളെ BJP ശക്തമായി എതിർക്കുന്നുണ്ട്. അടുത്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത ഭരണസമിതി തന്നെ ഈ ആറാട്ട് മണ്ഡപം സംരക്ഷിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുവാനും ഇന്ന് രാവിലെ തന്നെ ഞാൻ ചെയർമാനുമായി സംസാരിച്ച് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി ആരും ആറാട്ട് മണ്ഡപത്തിനകത്ത് കടക്കാത്ത രീതിയിലുള്ള പുരാവസ്തു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതിരോധം സൃഷ്ടിക്കുവാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീ കരമന ജയൻ, താങ്കൾ ക്ഷേത്ര ട്രസ്റ്റ് അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡപം ഇങ്ങനെ വിട്ടുകൊടുക്കാൻ അനുമതി നൽകിയിട്ടുണ്ടാവുക ആരായിരിക്കും? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം ഈ കുടുംബശ്രീ മിഷനെ പോലുള്ളവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ അതിന് തീരുമാനമെടുക്കേണ്ടത് ആരാണ്? ഇത് തീർച്ചയായിട്ടും ഇത് ഇവിടെ ഭരിക്കുന്ന ഇവിടെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അതോടൊപ്പം നഗരസഭയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരം പൈതൃക സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇവിടെ സർക്കാരിനും അതോടൊപ്പം തന്നെ നഗരസഭയ്ക്ക് ഉൾപ്പെടെ അതിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും നഗരസഭയ്ക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കുടുംബശ്രീ മിഷൻ പോലുള്ള ഇത്തരം സംഘടനകൾക്ക് ഇത്തരം തോന്നിവാസങ്ങൾ നടത്തുവാനുള്ള അനുമതിയൊന്നും കൊടുത്തിട്ടില്ല ക്ഷേത്ര ഭരണസമിതിയൊന്നും. ഇത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ച് വേദനാജനകമായ ഒരു കാര്യമാണ്. അതുതന്നെയാണ് ശ്രീ കരമന ജയൻ, ഇത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ബോധപൂർവമായ ഒരു ഇടപെടൽ തന്നെയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നും, പ്രത്യേകിച്ച് കുടുംബശ്രീ മിഷന്റെ ഭാഗത്ത് നിന്നും. അവർക്ക് തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം ENPC ആറാട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ മണ്ഡപത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അവിടെ നടക്കുന്ന ചടങ്ങുകളൊക്കെ അറിയുന്നവരാണ്, അറിയാത്തവരല്ല. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം വിട്ടുകൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായിട്ടും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ഈ ആറാട്ട് മണ്ഡപം ഉൾപ്പെടെയുള്ള പല വിശ്വാസ സ്ഥാപനങ്ങളെയും പൈതൃക സ്ഥാപനങ്ങളെയും അപമാനിക്കുന്ന ഒരു നിലപാട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഘടകം ശക്തമായി തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗം എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇത്തരം പൈതൃക സ്ഥാപനങ്ങളെ മണ്ഡപങ്ങളെ സംരക്ഷിക്കുവാനുള്ള നിലപാടുകളുമായി ഭരണസമിതിയും മുന്നോട്ട് പോകും.